ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞുവെന്ന് ഹൈക്കോടതി. പാളികളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു, ഇത് പുറത്തു വരാതിരിക്കാൻ കുറച്ച് സ്വർണം പൂശി പാളികൾ തിരികെ എത്തിച്ചു. പാളികൾ തന്നെ മാറ്റിയെന്ന് തെളിയിക്കാൻ വിദഗ്ധ പരിശോധന ആവശ്യമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ 3 പേർ കൂടി അറസ്റ്റിലാകുമെന്ന് SIT കോടതിയെ അറിയിച്ചു. കൊടിമര പ്രതിഷ്ഠയിലും ക്രമക്കേടുകളിൽ പരിശോധന പൂർത്തിയാക്കാൻ വിജിലൻസിന് 30 ദിവസം സമയം അനുവദിച്ചു. ശബരിമലയിലെ കേസുകളുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന. ഒന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ. മറ്റൊന്ന്, കൊടിമര പ്രതിഷ്ഠയിലെ വിജിലൻസിന്റെ ത്വരിത പരിശോധനയ്ക്കുള്ള ഉത്തരവ്. ഇതിൽ സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നിലവിൽ മൊഴികളിൽ നിന്നും പരിശോധനകളിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു എന്നാണ് ഹൈക്കോടതി പറയുന്നത്. പക്ഷേ ഇനി കൂടുതൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. അത് സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത്. ഏറ്റവും സൂക്ഷ്മവും ശാസ്ത്രീയവുമായിട്ടുള്ള പരിശോധനകൾക്കായി കേന്ദ്ര ഏജൻസികൾ 3 കേന്ദ്ര ലാബുകളാണ് അതിന് എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. ആ ലാബുകളിൽ ഏതെങ്കിലും ഒന്നിൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. 12-ാം തീയതി സന്നിധാനത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുക, അതിനുശേഷം പരിശോധന നടത്തി പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നത് ഉറപ്പുവരുത്തുക എന്നതാണ് ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 കേസുകളിലായി 3 പേരുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിയിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ആ 3 പേരും നിലവിൽ പ്രതികളായിട്ടുള്ളവരാണ്. ദ്വാരപാലക കേസിൽ 4 പ്രതികളുടെ വിശദമായ പരിശോധന നടത്തിയപ്പോൾ 2 പേരുടെ കാര്യത്തിൽ കൺഫർമേഷൻ വന്നിരിക്കുന്നു. കട്ടിളപ്പാളി കേസിൽ ഒരാളുടെ കാര്യത്തിൽ തീരുമാനം വന്നിരിക്കുന്നു. അപ്പോൾ 3 പേരുടെ അറസ്റ്റിലേക്ക് വൈകാതെ തന്നെ SIT നീങ്ങാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊടിമര നിർമ്മാണമാണ്. ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പലരും സ്വർണം സമർപ്പണമായി നൽകിയിട്ടുണ്ട്. 27 പേർ അത്തരത്തിൽ സമർപ്പണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം അറിയിച്ചത്. അതിൽ സിനിമാ താരങ്ങളുണ്ട്, നിർമ്മാതാക്കളുണ്ട്, മറ്റു പല വ്യക്തികളുമുണ്ട്. അവർ സമർപ്പിച്ചിട്ടുള്ള സ്വർണം അത് എത്രമാത്രമെന്നത് ഓരോരുത്തരുടെയും പേരുകൾ പ്രത്യേകം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിൽ ദേവസ്വം മാനുവലിൽ വലിയ ചട്ടലംഘനം, ഗുരുതരമായ ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ നടപടികൾ എടുക്കേണ്ട വസ്തുതകളുണ്ടോ എന്നതാണ് വിജിലൻസ് പരിശോധിക്കേണ്ടത്. അതിന് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും വിജിലൻസ് മേധാവിക്ക് കൈമാറാൻ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 1 മാസമാണ് ത്വരിത പരിശോധന പൂർത്തീകരിക്കാൻ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിനകം ആ പരിശോധന പൂർത്തീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ആ നടപടിയിലേക്ക് പോകേണ്ടി വരും. ഇനി 19-ാം തീയതിയാണ് സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.